സുഹൃത്തുക്കളെ, ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഒരു ദിവസം എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു സഹോദരൻ, ചെറുപ്പക്കാരനാണ്, ഏകദേശം ഒരു 33 വയസ്സ് പ്രായമുണ്ടോ. അദ്ദേഹം വന്ന് കാണുന്നത് കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹം അനുഭവിക്കുന്ന വൈകാരികമായ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന രീതിയിലാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തൊട്ടടുത്ത ദിവസത്തിൽ സൂയിസൈഡ് ചെയ്തിരുന്നു, ആത്മഹത്യ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള മാനസികമായ പ്രയാസങ്ങൾ, അതിനെങ്ങനെ മറികടക്കാം എന്ന അതിൻ്റെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നെ ഒന്ന് കാണുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു കാര്യം, ഭാര്യയുടെ മരണത്തിൽ എന്തുകൊണ്ട് ഭാര്യ സൂയിസൈഡ് ചെയ്തു എന്നതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു വിഷയം. അപ്പം ഞാൻ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചോദിച്ചു, ഭാര്യയുടെ അവസ്ഥകളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു സൂയിസൈഡിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാരണം അവരുടെ ജീവിതത്തിൽ കാണാനില്ല. കാരണം നല്ല സന്തോഷകരമായ ദാമ്പത്യം, നല്ല സാമ്പത്തികമായ ശേഷി, വിദേശത്ത് സെറ്റിലാണ്, എല്ലാം കൊണ്ടും നല്ല 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 സ്വഭാവമുള്ള മക്കൾ, നല്ല സ്നേഹമുള്ള കുടുംബം, എല്ലാം കൊണ്ടും ഒരു നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്, നല്ല ദാമ്പത്യമാണ്. അവരുടെ ഇടയിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളോ മറ്റൊന്നുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നതാണ് ഇവരുടെ ഒരു വിഷയം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ, കഴിഞ്ഞ ഒരു ആ സൂയിസൈഡ് നടക്കുന്നതിന് മുമ്പത്തെ ഒരു 5-8 മാസത്തോളമായി ഇവരിൽ കണ്ടിരുന്ന കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. അതായത് ഭയങ്കരമായ മോശപ്പെട്ട സംസാരങ്ങൾ, അദ്ദേഹത്തെ സ്വന്തത്തെ പറ്റി ഇങ്ങനെ കുറവ് പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങൾ വ്യാപകമായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. സ്വന്തത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു, നെഗറ്റീവ് ചിന്ത എപ്പോഴും ഉണ്ടാകുന്നു, മരണത്തെപ്പറ്റി ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന രീതിയിലുള്ള സൂചനകൾ പറയുന്നു, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഒരു കാര്യത്തിനും താല്പര്യമില്ലാത്ത അവസ്ഥ കാണിക്കുന്നു. ജോലിയിലൊക്കെ മുമ്പൊക്കെ വളരെ താല്പര്യത്തോടു കൂടി ജോലി ചെയ്തിരുന്ന ആളാണ്, ഇപ്പം ഒന്നിലും ഒരു ഇനീഷ്യേഷനില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇത് പഠിച്ച സമയത്ത് മനസ്സിലായ ഒരു കാര്യം, സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഡിപ്രഷൻ പേഷ്യൻ്റ് ആയിരുന്നു, വിഷാദ രോഗിയായിരുന്നു. അത് തിരിച്ചറിയാൻ കൂടെയുള്ളവർക്കോ ഭാര്യക്കോ സാധിച്ചില്ല, വേണ്ട ചികിത്സ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത്. സമൂഹത്തിൽ നമുക്ക് ചുറ്റും ഇങ്ങനെ നിരവധി പേരുണ്ട്. ഇത്തരം വിഷാദ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ താൻ അനുഭവിക്കുന്നത് ഒരു മാനസിക രോഗമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയും, തൻ്റെ കൂടെയുള്ളവർ, തന്നെ സ്നേഹിക്കുന്ന തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും, അതിന് വേണ്ട ചികിത്സ കൊടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ ഇന്ന് എന്താണ് വിഷാദ രോഗം എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്, ഡിപ്രഷൻ എന്താണ് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ ഒരു കാലത്ത്, കോവിഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാലത്ത്, ഇതിന് ശേഷം ഡിപ്രഷൻ പേഷ്യൻസിൽ വർധനവുണ്ടാവാൻ സാധ്യതയും സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട തിരിച്ചറിവ് വളരെ പ്രധാനമാണ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഡിപ്രഷൻ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നാണ് എനിക്ക് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ്. ഡിപ്രഷൻ മനുഷ്യൻ്റെ മൂഡുമായി ബന്ധപ്പെട്ട ഒരു അസ്വസ്ഥതയാണ്, മനുഷ്യൻ്റെ വൈകാരികമായ അവസ്ഥകളുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. വിഷാദം എന്ന് മലയാളത്തിൽ പറയും. ഏകദേശം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം 264 മില്യൺ ആളുകൾ ലോകത്ത് ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ട്. 264 മില്യൺ ആളുകൾ. ഇതിൽ 15% ആളുകളോളം ആത്മഹത്യയിലേക്ക് എത്തുന്നു എന്നാണ്. ഡിപ്രഷൻ അനുഭവിക്കുന്ന 15% ആളുകൾ ആത്മഹത്യയിലേക്ക് എത്തുന്നു എന്നാണ്. വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ഡിപ്രഷന് ശരിയായ ചികിത്സ കിട്ടുന്നത്. വെറും 25% കണക്കുകൾ വ്യക്തമാക്കുന്നത്. 25% മാത്രമാണ് ഡിപ്രഷന് ചികിത്സ കിട്ടുന്നത്. എന്താണ് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ? ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങൾ. സ്ഥിരമായ ഒരു നിരാശയുള്ള അവസ്ഥ, സ്ഥിരമായ ഒരു സങ്കടമുള്ള അവസ്ഥയും പ്രതീക്ഷക്കുറവും. മറ്റൊന്ന്, ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ഈ 2 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് 2 ആഴ്ചയെങ്കിലും ഈ പറഞ്ഞ രോഗിയിൽ, ഈ പറഞ്ഞ ആളിൽ ഉണ്ടാകും. 2 ആഴ്ചയെങ്കിലും ഇത് ഉണ്ടാവണം. മറ്റൊന്ന്, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരുപാട് അസ്വസ്ഥതകൾ, ഡിപ്രഷൻ പേഷ്യൻസിൽ കാണുന്ന കുറേ ലക്ഷണങ്ങൾ, ഇനി താഴെ പറയാൻ പോകുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും 5 ലക്ഷണങ്ങൾ ഒരാളിൽ 2 ആഴ്ചത്തോളം ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു അവസ്ഥ വരുമ്പോഴാണ് അയാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയാം. ഡിപ്രഷൻ വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ട്.
അതിൻ്റെ അവസ്ഥകളും രീതിയൊക്കെ അനുസരിച്ച് ചില പിന്നെ മറ്റു അസുഖങ്ങൾ ഡിപ്രഷൻ്റെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചില ലക്ഷണങ്ങൾ പ്രത്യേകമായി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് ഡിപ്രഷൻ എന്താണ് എന്നത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ലക്ഷണങ്ങൾ. ഒന്ന് സ്ഥിരമായിട്ട് ഒരു നിരാശയുള്ള അവസ്ഥ, സങ്കടമുള്ള അവസ്ഥ. രണ്ടാമത്തത് ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്നത്. ഇതിലേതെങ്കിലും ഒരു കാര്യം 2 ആഴ്ചയെങ്കിലും പിന്നെ ഇവരിലുണ്ടാവുക എന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിലേതെങ്കിലും 5 എണ്ണം ഒരാളിൽ സമ്മേളിക്കുക 2 ആഴ്ചത്തോളം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറക്കവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ. ചില ആളുകളിൽ പിന്നെ ഇത് വ്യത്യസ്തമായ രീതിയിൽ കാണിക്കാം. ചില ആളുകളിൽ ഉറക്കം വല്ലാതെ കൂടുതലായിരിക്കും, കുംഭകർണനെ പോലെ ഉറങ്ങും, വല്ലാതെ ഉറക്കമായിരിക്കും. ചില ആളുകൾക്ക് തീരെ ഉറക്കം ഉണ്ടാവില്ല. 2 ഓപ്പോസിറ്റ് പിന്നെ എൻഡും കാണിക്കാം. തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ. വിശപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ചില ആളുകളിൽ ഭയങ്കരമായ വിശപ്പുണ്ടാവും. ആ സമയത്ത് നമുക്ക് അരി വാങ്ങിയാലൊന്നും തികയില്ല, കാരണം ഭയങ്കരമായ വിശപ്പാണ്. ചില ആളുകളിൽ പിന്നെ തീരെ വിശപ്പില്ലാത്ത അവസ്ഥ, ഭക്ഷണമൊന്നും വേണ്ടതില്ല, അങ്ങനെ തീരെ വിശപ്പില്ലാത്ത അവസ്ഥ. ഭയങ്കരമായ നെഗറ്റീവ് തിങ്കിങ്. ഡിപ്രഷൻ പേഷ്യൻസിൽ കാണുന്ന ഒരു ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് തിങ്കിങ്. ഭയങ്കരമായ നെഗറ്റീവ് തിങ്കിങ്. ഈ നെഗറ്റീവ് തിങ്കിങ്ങിൽ അധികവും സെൽഫുമായി ബന്ധപ്പെട്ടതായിരിക്കും. മോശപ്പെട്ട ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അവരെന്നെ, നമുക്ക് തോന്നുന്നത് അവർ ക്രിയേറ്റ് ചെയ്യാൻ തോന്നും, പക്ഷേ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തോട്ടാണ് ഉണ്ടാവുക. നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരും. പിന്നെ ഒന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ഒരു കാര്യത്തിലും താല്പര്യം ഉണ്ടാവില്ല, ഒരു കാര്യത്തിലും ഇനീഷ്യേഷൻ ഉണ്ടാവില്ല എന്നതാണ്. അവർ സ്ഥിരമായി ചെയ്തിരുന്ന, നല്ല താല്പര്യത്തോടു കൂടി ചെയ്തിരുന്ന കാര്യങ്ങളിൽ തന്നെ അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാതെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു, ഭാരം കുറയുന്നു. തടി കുറക്കാനുള്ള ഒന്നും ചെയ്യുന്നൊന്നുമില്ല, എങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, വെയിറ്റ് കുറയുന്നു, തടി കുറയുന്നു എന്നത് ഈ ഡിപ്രഷൻ പേഷ്യൻസിന് കാണുന്ന ലക്ഷണമാണ്. പിന്നെ ശാരീരികമായ ചലനങ്ങളുടെ കുറവ്. ഇരിക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നു, ശാരീരികമായ മൂവ്മെൻറ്റ്സ് വളരെ കുറയുന്നു എന്നത് ഇവരിൽ കാണാവുന്ന മറ്റൊരു ലക്ഷണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പിന്നെ ഇപ്പോൾ ക്ലിനിക്കിലൊക്കെ ഇത്തരം കേസ് വരുന്ന സമയത്ത് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഹാപ്പിനെസ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്, സന്തോഷത്തെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. എത്ര തന്നെ ജീവിതകാലത്ത് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന വിഷയങ്ങൾ, അത്തരം എക്സ്പീരിയൻസുകൾ ഉണ്ടാകുമ്പോൾ പോലും അതിലൊന്നും സന്തോഷിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. ജീവിതത്തിന് മീനിങ് ഇല്ലാതാകുന്നു, പ്രതീക്ഷ നഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ്. മറ്റൊന്നാണ് ഇറിറ്റബിലിറ്റി. ഭയങ്കരമായ പിന്നെ അസ്വസ്ഥത. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിക്കുന്നു. പെട്ടെന്ന്, സാധാരണ അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഒരാളൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കാണുന്നു. ഭയങ്കരമായ ക്ഷീണം ഉണ്ടാകുന്നു. പിന്നെ സെക്ഷൽ ആക്ടിവിറ്റീസ്, മറ്റെല്ലാ കാര്യങ്ങളും ഒരു താല്പര്യം കുറയുന്നു. അവനവനിലേക്ക് തന്നെ ഇങ്ങനെ ചുരുങ്ങുന്നു, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവരുടെ ഒരു ലോകത്തേക്ക് ഇങ്ങനെ അവരിങ്ങനെ ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മരണവുമായി ബന്ധപ്പെട്ട ചിന്ത. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നു, എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നു, ജീവിതത്തോട് മടുപ്പുണ്ടാകുന്നു, തീവ്രമായ രീതിയിലുള്ള മടുപ്പ് ജീവിതത്തോട് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പിന്നെ ലക്ഷണങ്ങളാണ്. ഞാനീ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും 5 എണ്ണം പിന്നെ ഒരാളിൽ 2 ആഴ്ചത്തോളം കണ്ടാൽ, ആദ്യം പറഞ്ഞ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും, പിന്നീട് പറഞ്ഞ 5 എണ്ണത്തിൽ പറഞ്ഞതിൽ ഏതെങ്കിലും 5 കാര്യങ്ങൾ ഒരാളിൽ കണ്ടാൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മളൊരു സ്വന്തമായി ഞാനൊരു വിഷാദ രോഗിയാണെന്നും ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് പറയുന്നത്, എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ആളുകൾ വിളിക്കുമ്പോഴൊക്കെ പിന്നെ ചെറിയ വിഷയമായിരിക്കും, എങ്കിൽ പോലും വിളിച്ചിട്ട് പറയും ഞാനൊരു വിഷാദ രോഗിയാണ്. അപ്പം ഞാൻ ചോദിക്കും, ആരാണ് പറഞ്ഞത് നിങ്ങൾ വിഷാദ രോഗിയാണ് എന്ന്, നിങ്ങൾക്ക് ഡിപ്രഷൻ എന്ന് ആരെന്ന് പറയും. അത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ യൂട്യൂബിൽ കണ്ടു, ഞാൻ വീഡിയോസിൽ കണ്ടു, അല്ലെങ്കിൽ ആൾ പറഞ്ഞു. അങ്ങനെ നമ്മളങ്ങനെ സ്വയം വിലയിരുത്തേണ്ടത്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. അവർ കൃത്യമായി അത് അസസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി തന്നെ മാത്രമേ അത് ഡയഗ്നോസ് പിന്നെ ഫൈനലി ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് എന്ന രീതിയിൽ ജീവിതത്തിൻ്റെ ശൈലികളൊക്കെ മാറ്റം വരുത്താം, അങ്ങനെ ചില കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അങ്ങനെ ഇത്തരം ഞാൻ ഈ പറഞ്ഞു വന്ന ലക്ഷണങ്ങളാണ് പിന്നെ ഒരു ഡിപ്രഷൻ പേഷ്യൻറ്റിൽ ഉണ്ടാകുന്നത്. എപ്പോഴും ഭയങ്കരമായ നിരാശ നമ്മൾ പിന്നെ ഇത്തരം പേഷ്യൻസ് അത് സാധാരണഗതിയിൽ അവർ സങ്കടപ്പെടാൻ, പിന്നെ പ്രത്യേകിച്ച് സങ്കടപ്പെടാത്ത വിഷയങ്ങളിൽ പോലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ തന്നെ അവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് സങ്കടം ഉണ്ടാവും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിരാശ ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷെ നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് മുക്തമാവാൻ പറ്റും. പക്ഷേ ഇവർ 2 തരത്തിലാണ് കാണുക. ചില ആളുകൾക്ക് കാരണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ മുക്തമാവാൻ പറ്റുന്നില്ല, ആ സങ്കടത്തിൽ തന്നെ കഴിഞ്ഞു പോകുന്നു. രണ്ടാമത്തെ ഒരു കാറ്റഗറി, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇല്ലാതെ തന്നെ സങ്കടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ ഈ ഭയങ്കരമായ നിരാശ ഉണ്ടാകുന്നു ഈ അർത്ഥത്തിൽ. അപ്പോൾ ഇതാണ് ഡിപ്രഷൻ രോഗിയുടെ ചില ആളുകളിൽ
പിന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും. ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഇത് കാരണം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് തന്നെ അതിനോട് കൂടെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. ചില ആളുകളിൽ സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, അതായത് പിന്നെ ഇല്ലാത്ത ഫീലിംഗ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ട്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ തേടണം. എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്, എന്താണ് ഇതിന് പരിഹാരം എന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.